ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തർക്ക് ജയം. ഫിൻലൻഡിനെ കീഴടക്കി നെതർലൻഡ്സ്. എതിരില്ലാത്ത 4 ഗോളിനാണ് നെതർലൻഡ്സിന്റെ ജയം. ലിത്വാനിയയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി പോളണ്ട്. ജിബ്രാൾട്ടറിന്റെ 3 ഗോളിന് തകർത്ത് ക്രൊയേഷ്യ. ഡെൻമാർക്കിനും സ്കോട്ട്ലൻഡിനും ജയം. ഫ്രാൻസ് ദേശീയ ടീമിന്റെ പരിശീലകനാകാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തി ഇതിഹാസ താരം സിനദിൻ സിദാൻ. പരിശീലക കുപ്പായത്തിൽ ഉടൻ തന്നെ തിരിച്ചെത്തുമെന്ന് സിദാൻ. 2021 റയൽ മാഡ്രിഡിൽ നിന്നാണ് സിദാൻ പരിശീലക കുപ്പായം അഴിച്ചുവെച്ചത്. അടുത്ത വർഷത്തെ ലോകകപ്പിന് ശേഷം സ്ഥാനമൊഴിയുന്ന ദിദിയെ ദെഷാംസിന് പകരക്കാരനായി സിദാൻ ഫ്രഞ്ച് പരിശീലകനായേക്കും. പുതിയ ഭരണഘടന അംഗീകരിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സുപ്രീം കോടതി ശുപാർശ ചെയ്ത മാറ്റങ്ങൾക്കൊപ്പമാണ് പരിഷ്കരിച്ച ഭരണഘടന AIFF അംഗീകരിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം ചേർന്ന പ്രത്യേക ജനറൽ ബോഡി യോഗത്തിലാണ് ഫെഡറേഷൻ പ്രമേയം പാസാക്കിയത്. ഒക്ടോബർ 30 പുതിയ ഭരണഘടന അംഗീകരിക്കണമെന്ന് ഫിഫ AIFF-ന് അന്തിമ താക്കീത് നൽകിയിരുന്നു. വനിതാ ഇംഗ്ലീഷ് സൂപ്പർ ലീഗിൽ വമ്പന്മാർക്ക് ജയത്തുടർച്ച. സൂപ്പർ പോരാട്ടങ്ങളിൽ ചെൽസിക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം. ടോട്ടനത്തെ എതിരില്ലാത്ത 1 ഗോളിന് തകർത്ത് ചെൽസി. ലിവർപൂളിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് വീഴ്ത്തി സിറ്റി. ആഴ്സണലിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ജയം. വനിതാ ഏകദിന ലോകകപ്പിൽ ജയത്തുടർച്ച ലക്ഷ്യമിട്ട് ദക്ഷിണാഫ്രിക്ക ഇന്നിറങ്ങും. ബംഗ്ലാദേശാണ് പ്രോട്ടീസിന്റെ എതിരാളികൾ. വൈകിട്ട് 3 വിശാഖപട്ടണത്താണ് മത്സരം. ടൂർണമെന്റിൽ 4 പോയിന്റുമായി ദക്ഷിണാഫ്രിക്ക 4-മതും 2 പോയിന്റുള്ള ബംഗ്ലാദേശ് 6-മതുമാണ്.